അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിൽ ആനന്ദം. ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം. ഓ എൻ ജീവന്റെ ആധാരം. സുഭാഷിതം. ഹോശേയ പ്രവചനം അവസാന അധ്യായത്തിന്റെ 4-ാം വാക്യം. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എന്റെ കോപം അവനെ വിട്ട് മാറിയിരിക്കയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഐ വിൽ ഹീൽ their backsliding. I will love them freely. For my anger has turned away from him. ഹോശേയുടെ പുസ്തകം പാപത്തെയും ന്യായവിധിയെയും കുറിച്ച് വിളിച്ചറിയിക്കുമ്പോഴും അതിൽ സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും വിളംബരവും ദർശിക്കുവാൻ കഴിയും. ഹോശേയുടെ പുസ്തകത്തിലുടനീളം ഇസ്രയേൽ മാനസാന്തരപ്പെടണമെന്നുള്ള ആഹ്വാനം നൽകുന്നു. 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും എഴുതിയിരിക്കുന്നത്, ഇസ്രയേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. ഇസ്രയേലിന്റെ പരാജയവും പാപവും എപ്പോഴും ഹോശേയ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരുന്നു. അതിനോടൊപ്പം യഹോവയെങ്കിലേക്ക് മടങ്ങി വരേണ്ടതിന്റെ ആവശ്യകതയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. യഹോവയെങ്കിലേക്ക് മടങ്ങുക എന്നാൽ പാപത്തിൽ നിന്ന് അനുതപിക്കുക, അതുവഴി അവനുമായുള്ള പ്രീതിയുടെയും കൂട്ടായ്മയുടെയും അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നർത്ഥം. 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. ദൈവത്തിങ്കിലേക്ക് അനുതാപത്തോടെ മടങ്ങി വരുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടു വരുന്നത്. മനുഷ്യൻ ചെയ്യുന്ന അകൃത്യത്തെ അംഗീകരിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. അകൃത്യങ്ങളാണ് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം വായിക്കുന്നത്, രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതവണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അകൃത്യവും പാപവും ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നു. നാം വായിച്ച വാക്യത്തിൽ യഹോവ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഹോശേയുടെ പ്രാർത്ഥനയുടെ മറുപടിയാണിത്. പാപം ഒരു രോഗമാണ്. ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുന്ന ഏക വൈദ്യൻ യേശുക്രിസ്തു മാത്രമാകുന്നു. 103-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം വായിക്കുന്നത്, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന മനുഷ്യനെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത്, എന്റെ കോപം അവനെ വിട്ടു മാറിയിരിക്കയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ചു, അവരുടെ പാപമൊക്കെയും നീ മൂടിക്കളഞ്ഞു. നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു, നിന്റെ ഉഗ്രകോപം നീ വിട്ടുതിരിഞ്ഞിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4:9 പറഞ്ഞിരിക്കുന്നത്, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നമുക്ക് വേണ്ടി അയക്കപ്പെട്ട ഏകജാതനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ ഔദാര്യ സ്നേഹം സ്വീകരിപ്പാൻ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ മോചനം
ക്രൂശിൽ